നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസ് ഏരിയ എന്നുള്ള സെക്ഷനാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ 4 പ്രോബ്ലം ചെയ്തു. 5ാമത്തെ പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ വേർ ആർ ഇസ് ദ റീജിയൻ x² + y² = 9 വിത്ത് പോസിറ്റീവ് ക്വാഡ്രൻറ്റ്. അപ്പോൾ റീജിയൻ തന്നിരിക്കുന്നത് x² + y² = 9 എന്നാണ്. അപ്പോൾ അതും പോസിറ്റീവ് ക്വാഡ്രൻറ്റിൽ വരുന്ന പോർഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്തറിയണം? ഈ തന്നിരിക്കുന്ന കർവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. x² + y² = 9, x² + y² = r² എന്നുള്ള ഫോമിലല്ലേ. അപ്പോൾ അതെന്താണ്? x² + y² = r² എന്ന് പറഞ്ഞാൽ അത് ഒരു എന്തിൻ്റെ ഇക്വേഷനാണ്? ദാറ്റ്സ് എ സർക്കിൾ വിത്ത് സെൻറ്റർ 0, 0 ആൻഡ് റേഡിയസ് r. സെൻറ്റർ 0, 0യും റേഡിയസ് r ഉള്ളൊരു സർക്കിളാണ് x² + y² = r² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, വിത്ത് ദ പോസിറ്റീവ് ക്വാഡ്രൻറ്റ്. അപ്പോൾ പോസിറ്റീവ് ക്വാഡ്രൻറ്റിലുള്ള പോർഷൻ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി, ഏരിയ കണ്ടുപിടിച്ചാൽ മതി. പോസിറ്റീവ് ക്വാഡ്രൻറ്റിൽ ആ സർക്കിളിലെ ഏരിയ എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എപ്പോഴും ചെയ്യണ പോലെ തന്നെ നമുക്കൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ട് ലിമിറ്റ്സ് കണ്ടുപിടിക്കണം ആദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. x ആക്സിസ് y ആക്സിസ് മാർക്ക് ചെയ്തു. ഒറിജിൻ ഇത് 0, 0. ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? ഇവിടെ r² ആണ് തന്നേക്കുന്നത്. അപ്പോൾ r എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. റേഡിയസ് 3 ആയിട്ടുള്ള ഒരു സർക്കിളാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു സർക്കിൾ മാർക്ക് ചെയ്യുക. ഓക്കെ, 0, 3. അപ്പോൾ ഈ പോയിൻ്റ് എന്തായിരിക്കണം? 3, 0 ആയിരിക്കണം. ഈ പോയിൻ്റ് എന്തായിരിക്കണം? 4 സൈഡിൽ ഏത് സൈഡ് എടുത്താലും അതിൻ്റെ റേഡിയസ് 3 ആയ കാരണം ഫുൾ പോയിൻ്റ് എങ്ങനെ ഇരിക്കും? ഇവിടെ 3, 0, ഇവിടെ 0, 3, ഇത് -3, 0, 0, -3. അപ്പോൾ നമുക്ക് നമ്മുടെ റിക്വേർഡ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ക്വാഡ്രൻ്റ് ആണ്. പോസിറ്റീവ് ക്വാഡ്രൻ്റ് ഏതാണ്? ഈ പോർഷൻ മാത്രമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ദെൻ 3, 0 എന്നുള്ള പോയിൻ്റ്, ഇവിടെ 0, 3 എന്നുള്ള പോയിൻ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു വെർട്ടിക്കൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏരിയ ഈക്വൽ ടു എങ്ങനെ വേണം? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. വെർട്ടിക്കൽ സ്ട്രിപ്പ് ആയതുകൊണ്ട് dy/dx എടുത്തു. dy/dx. ഓക്കെ, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ എന്നാണ് വരിക. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ dy/dx. ഇപ്പോൾ ആറിന് പകരം ഞാൻ എന്ത് കൊടുക്കണം? എക്സിൻ്റെ വാല്യൂ എനിക്കറിയണം, വൈയുടെ വാല്യൂ എനിക്കറിയണം. ഓക്കെ, ദെൻ ലിമിറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം. ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് വാല്യൂ എങ്ങനെയാണ്? നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്ന കാരണം ഏതിന് വേണം വേരിയബിൾ ലിമിറ്റ് വരാൻ? വൈക്ക് വേണം വേരിയബിൾ ലിമിറ്റ് വരാൻ. എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് വേണം അല്ലേ? dy/dx എന്ന് തന്നെ. അപ്പോൾ വൈക്ക് വേരിയബിൾ ലിമിറ്റ് വേണം. അപ്പോൾ വൈയുടെ വേരിയബിൾ ലിമിറ്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. വൈയുടെ വേരിയബിൾ ലിമിറ്റ് അറിയാൻ വേണ്ടിയിട്ട് വൈയുടെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെ ചേഞ്ച് ചെയ്യുന്നു, അതായത് ഈ സ്ട്രിപ്പ് മൂവ് ചെയ്യുന്നതനുസരിച്ച് വൈയുടെ ചേഞ്ച് എങ്ങനെയാണ്? വൈ നമ്മൾ ഈ സ്ട്രിപ്പ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും ഇത് ആക്സിസിലാണ് ലാസ്റ്റ് എൻഡ് പോയിന്റ് വരുന്നത്. പോസിറ്റീവ് ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എൻഡ് പോയിന്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ് അവിടെ വൈയുടെ വാല്യൂ 0 ആണ്. ഒറിജിനിലാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ y = 0 to y = എവിടം വരെ മൂവ് ചെയ്ത് എൻഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഈ പോർഷനിലാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ 0 ആണോ എടുക്കേണ്ടത്? അല്ല, അവിടുത്തെ കർവ് ഏതാണോ ആ കർവ് ഏതാണ്? x² + y² = r² എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 9 എന്ന് പറയുന്ന ആ സർക്കിളാണ് അവിടുത്തെ കർവായിട്ട് വരുന്നത്. അപ്പോൾ x² + y² = 9 എന്ന് പറയുന്ന കർവാണ് ഇവിടെ എൻഡ് പോയിൻ്റ് ആയിട്ട് വരിക. അതിൽ നമ്മൾ വൈയുടെ ലിമിറ്റാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ y² = 9 - x² എന്ന് വരും. അതായത് y = √9 - x² എന്ന് എഴുതാം. അപ്പോൾ വൈയുടെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടം വരെ പോകും? 0 to y = √9 - x² വരെ. √9 - x². ഓക്കെ, ഇനി എക്സിന് അവിടെ എന്താണ്? കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ്. എക്സ് എവിടം തൊട്ട് എവിടം വരെ പോകുന്നു? ഈ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വെർട്ടിക്കൽ സ്ട്രിപ്പ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എക്സിൻ്റെ ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെ. ഇവിടെ എക്സ് 0യിൽ നിന്ന് എക്സ് ആക്സിസിൽ എൻഡ് പോയിൻ്റ് എവിടെയാണ് വരിക? 3, 0 എന്നുള്ള പോയിന്റിലാണ് എൻ്റെ വരിക. അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 3 ആണ്. സോ x = 0 to x = 3. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലിമിറ്റ്. നമ്മൾ എങ്ങനെ എടുക്കുമ്പോൾ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലാണ് അതിൻ്റെ ലിമിറ്റ് വരിക. നൗ നമുക്ക് ഏരിയ എഴുതാലോ. ഇനി ഏരിയ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഡി എ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ ദെൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഈ dy/dx എന്ന് എഴുതുമ്പോൾ എക്സിൻ്റെ വൈയുടെ ലിമിറ്റാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ dy/dx എന്നാണ് എഴുതേണ്ടത്.
അപ്പോൾ ആദ്യം വൈയുടെ ലിമിറ്റ് കൊടുത്തു. വൈയുടെ ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെ? 0 to y = 0 to y = √9 - x² വരെ. ദെൻ ഡി എക്സ് എന്നാണ് വന്നേക്കുന്നത്. എക്സിൻ്റെ ലിമിറ്റ് x = 0 to 3. ഓക്കെ, ഇത്രയും ചെയ്യാൻ അറിയാമെങ്കിൽ ഈ പ്രോബ്ലം ഈസി ആയിട്ട് ബാക്കി കൂടെ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇതിലത്തെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഈ ലിമിറ്റ് എഴുതുക എന്നുള്ളതാണ്. അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പ്രോബ്ലം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിമിറ്റ് എടുക്കണം എങ്ങനെയാണെന്ന് മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ്റഗ്രൽ 0 to 3 ഇവിടെ 1നെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ y എന്ന് വരും ഇവിടെ. ഇൻ്റഗ്രൽ 1 dy എന്ന് പറയുന്നത് എന്താണ്? y ആണ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. √9 - x², ലോവർ ലിമിറ്റ് 0. ദെൻ dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3 √9 - x². ദെൻ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. സോ ദാറ്റ് ഇൻറ്റു dx. ഇനിയാണ് √9 - x². അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ഏത് ഫോമിലാണ്? ഇൻ്റഗ്രൽ √a² - x² എന്നുള്ള ഫോമിലല്ലേ? ഇൻ്റഗ്രൽ √a² - x² dx എന്നുള്ള ഫോമിലല്ലേ? നമ്മൾ പഠിച്ച ഫോർമാറ്റാണിത് അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് √a² - x² എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഓർക്കുന്നുണ്ടോ? x/2 ഇൻറ്റു √a² - x² പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. അപ്പോൾ ഇങ്ങനത്തെ ഒരു 4-5 ഇക്വേഷൻ ഉണ്ടല്ലോ പഠിക്കാൻ. അത് പഠിച്ചു വെച്ചാൽ മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. √9 - x² എന്ന് പറയുന്ന വാല്യൂ, അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് x/2 ഇൻറ്റു √a² - x² പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. സോ ആ വാല്യൂസ് ഇവിടെ എയുടെ പ്ലേസിൽ എന്താണ്? എയുടെ പ്ലേസിൽ ഇവിടെ എന്താണ്? a²ൻ്റെ പ്ലേസിൽ 9 ആണ്. അപ്പോൾ എയുടെ പ്ലേസിൽ എന്താണ്? 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ദ ഇൻ്റഗ്രൽ ബിക്കംസ്, ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം വാല്യൂ എന്ത് വരും? x/2 ഇൻറ്റു ഇവിടുത്തെ എക്സിന് പകരം എന്താണ്? നമ്മൾ ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. നമ്മളിവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എഴുതേണ്ട എന്താണ്? x/2 ഇൻറ്റു √a² - x². ഇവിടുത്തെ ഫംഗ്ഷൻ അങ്ങനെ തന്നെ 9 - x². ദെൻ പ്ലസ് അടുത്തത് a²/2 ഇൻറ്റു ഇവിടുത്തെ a² എന്താണ്? 9 ആണ്. 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. സൈൻ ഇൻവേഴ്സ് ഓഫ് x ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ എന്താണ്? 3. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്തത്. ഇത് സെയിം പ്രോബ്ലം ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഉപയോഗിച്ചും ചെയ്യാം. അന്നേരം വരുമ്പോൾ ലിമിറ്റ് ഇവിടെ വ്യത്യാസം വരും. എക്സ് എന്ന് പറയുന്നതായിരിക്കും വേരിയബിൾ ലിമിറ്റ് വരിക, വൈക്ക് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വൈക്ക് എക്സിന് പകരം വൈ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ മിസ്സിനൊന്ന് കമൻറ്റ് ചെയ്യാം, ചെയ്തു തരാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 3/2 എക്സിൻ്റെ പ്ലേസിൽ 3 കൊടുത്താൽ 3/2 ഇൻറ്റു √0, അത് 3/2 ഇൻറ്റു 0. ദെൻ പ്ലസ് 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 3/3. ദെൻ മൈനസ് ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ തന്നെ ഈ ടൈം 0 ആയി പോവും. 0 മൈനസ് 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 0. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് 0. ആദ്യത്തെ ടൈം ഇത് 0 ആണ്. ദെൻ 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ആണ് ഇവിടെ, മൈനസ് 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 0. ആ വാല്യൂ എഴുതിയാൽ എന്ത് വരും? 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എപ്പോഴാണ് 1 വാല്യൂ വരുന്നത്? സൈൻ 90 ആണ് 1 അല്ലേ? സൈൻ 90 അതായത് π/2. അപ്പോൾ 9/2 ഇൻറ്റു π/2. അതുപോലെ തന്നെ സൈൻ എപ്പോഴാണ് 0 വരുന്നത്? അതിൽ സൈൻ ഇൻവേഴ്സ് എന്നുള്ളതിൻ്റെ മീനിങ് ആ ആംഗിൾ ഏതാണെന്നാണ് ചോദിച്ചത്. സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ആംഗിളാണ് അവിടെ എഴുതേണ്ടത്. മൈനസ് 9/2 ഇൻറ്റു സൈൻ 0 ആണ് 0 അല്ലേ? അപ്പോൾ ഇവിടെ 0 വരും. അവിടുത്തെ ആംഗിൾ 0 ആണ്. അപ്പോൾ ഈ ടൈം 0 ആയിപ്പോയി. ബാക്കി വരുന്ന എന്താണ്? 9/2 ഇൻറ്റു π/2, അതായത് 9π ഡിവൈഡഡ് ബൈ 4. ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ. നിങ്ങളിപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഉപയോഗിച്ചാലും സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ചില കേസിൽ വെർട്ടിക്കൽ സ്ട്രിപ്പോ ഹൊറിസോണ്ടൽ സ്ട്രിപ്പോ ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ചിലത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ നമുക്ക് ലിമിറ്റ് എടുക്കാൻ എളുപ്പമുള്ളത് അതനുസരിച്ചിട്ട് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ചൂസ് ചെയ്യാം. ഓക്കെ.